സിൽവർ സ്റ്റോൺ കേരള കൈറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്നോ സ്റ്റോം കേരളാസ് ഓൺലി സ്നോ പാർക്ക്. അതിരപ്പള്ളിക്ക് പോകുന്നുള്ളൂ, സ്നോയിൽ കളിക്കാം. ഇൻ അസോസിയേഷൻ വിത്ത് LIC. जिंदगी के साथ भी, जिंदगी के बाद भी. നമസ്കാരം. മറുനാട്ടിലെ മലയാളികളുടെ ശബ്ദമായ കേരള കൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കുടുംബത്തിന്റെ കഥന ലോകത്തെ അറിയിക്കാൻ സാധിച്ചതിനെ തുടർന്ന് സഹായഹസ്തങ്ങളുമായി നിരവധി പേരെത്തുന്നുണ്ട്. ഇവർക്കെല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുംബൈ മലയാളികളുടെ മറ്റൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. മറുനാടൻ മലയാളികളുടെ പ്രവാസി ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഘടകമാണ് ട്രെയിൻ യാത്ര. തലവേദന സൃഷ്ടിക്കുന്ന ഈ ദുരിതയാത്രയ്ക്കിടെ മോഷ്ടാക്കളുടെ ഇരയായി മാറിയ മലയാളികൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? കേരള കൈറ്റ്സ് അന്വേഷിക്കുന്നു. വേണ്ടപ്പെട്ടതെല്ലാം വിട്ടെറിഞ്ഞും മാറ്റിവെച്ചും വണ്ടി കയറിയവരാണ് മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികൾ. കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് മലയാളികൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാനില്ല. എന്നാലും പുതിയ എളുപ്പ റെയിൽപാതകൾ വരുന്നതിന് മുന്നേ മലയാളികൾ യാത്ര ചെയ്ത് മഹാരാഷ്ട്രയിലെത്തിയിട്ടുണ്ട്. അന്നു മുതൽ തന്നെ ട്രെയിനിനകത്തും പുറത്തും കവർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളും നിരവധിയാണ്. നമ്മുടെ സാധാരണക്കാര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുന്ന് എല്ലാം നമ്മൾ കൊണ്ട് നാട്ടിലേക്ക് ട്രെയിൻ മാർഗം ഇത് കൊണ്ടുപോകുന്നത്. ബൈ ചാൻസ് ചിലപ്പോൾ ചെറിയ സ്വർണ്ണമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, വിലപ്പെട്ട കാര്യങ്ങൾ. ഇതിനെല്ലാം ഒരു അതിർത്തി പറഞ്ഞ റെയിൽവേ അതോറിറ്റി ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണം ഏറ്റെടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടുന്ന എല്ലാ മലയാളീസും ഇതിൻ്റെ സാധനങ്ങൾ നാട്ടുകാർ വെറുതെ ഒരു സെക്കൻഡ് കൊണ്ട് അടിച്ചു മാറ്റി പോകാന്നുള്ള ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി റെയിൽവേ മാക്സിമം ട്രൈ ചെയ്യണം. കാലവും സംവിധാനങ്ങളും മാറിയെങ്കിലും ട്രെയിനിനകത്ത് നടക്കുന്ന മോഷണ കണക്കുകളിൽ വർധനവല്ലാതെ കുറവ് വന്നിട്ടില്ലെന്നതാണ് വാസ്തവം. കണക്കുകളും ഇത് തന്നെ പറയുന്നു. ഒരു 300-ൽ പരം ആൾക്കാരുടെ കേസുകൾ മോഷണം പോയതായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റുകൾ മൊത്തം പേരുകൾ സഹിതം മൊബൈൽ നമ്പർ സഹിതം ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഗരീബ് രഥ് ട്രെയിനിൽ ഏതാണ്ട് 7 പാസഞ്ചേഴ്സിൻ്റെ ഒന്നിച്ച് പല ബാഗേജ്, ഹാൻഡ് ബാഗ്, ലാപ്ടോപ്പ്, പേഴ്സ്, നമ്മുടെ ബാങ്കിൻ്റെ കാർഡ്സ്, ഇതെല്ലാം മോഷണക്കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാനോ നടപടികളെടുക്കാനോ ബന്ധപ്പെട്ടവർക്ക് കഴിയാത്തത് കൂടുതൽ കവർച്ചകൾക്ക് കളമൊരുക്കുകയാണ്. മോഷണ സംഘങ്ങൾ വിദഗ്ധ പരിശീലനം നേടിയാണ് എത്തുന്നത്. അതിനാൽ ജനറൽ കമ്പാർട്ട്മെന്റ് മുതൽ ഫസ്റ്റ് AC കമ്പാർട്ട്മെന്റിൽ വരെ മോഷണം തുടർക്കഥയാണ്. സൗത്തിലേക്ക് പോകുന്ന ട്രെയിനിലാണ് കൂടുതൽ കൊള്ളയും പിടിച്ചുപറി നടക്കുന്നത്. അനവധി കേസ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എതിരായിട്ട് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഈ കംപ്ലൈൻറ്റ് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് നടപടിയെടുക്കുന്നുണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥരും RPF-ഉം മറ്റുള്ള മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ ശരിയായിട്ടുള്ള ഒരു പരാതി കിട്ടുകയും അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കാറില്ല. അതൊരു വീഴ്ചയാണ്. കേരളത്തിലേക്കുള്ള യാത്രക്കിടയിലും തിരിച്ചുള്ള യാത്രക്കിടയിലും മോഷ്ടാക്കൾ ചിലരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും വരെ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അത് പനവേലിൽ ഇറങ്ങാൻ വേണ്ടി ലഗേജും നമ്മൾ എടുത്ത് ഡോറിൻ്റെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ വെക്കുമായിരുന്നു. സ്വർണ്ണമുള്ള പെട്ടി മുന്നിൽ വെച്ചു, അതിൻ്റെ പുറകിലായിട്ട് ബാഗും ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ ബാഗ് വെച്ചായിരുന്നു. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് എടുത്ത് അവിടെ വെച്ചതാണ് റെഡിയാക്കി. അപ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ എൻട്രൻസിൽ ഡോറിൻ്റെ അടുത്ത്. കുറച്ച് കഴിയുമ്പം ഓരോ ആൾക്കാരിങ്ങനെ വന്ന് ഇവിടെ ഇതാകാൻ തുടങ്ങി, തിരക്കൂട്ടി. ഇത്രയും തിരക്കുള്ളതുകൊണ്ട് ഞാൻ കരുതി അതിൻ്റെ ഇടയിൽ നിന്ന് അവർ അവിടെ പെട്ടി അവിടെ വെച്ചത് അത് എടുത്ത് തുറന്നതിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടില്ല എന്നായിരുന്നു ധരിച്ചത്. പക്ഷെ അവർ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടിയൊക്കെ, കുട്ടി ഉണ്ടായിരുന്ന അടുത്ത് തന്നെ. പക്ഷെ അതിൽ മുന്നിലിരിക്കുന്ന ആൾ അപ്പോൾ കയ്യിൽ നിന്ന് പോക്കറ്റിലൊരു 5 രൂപേൻ്റെ കോയിൻ ഉണ്ടായിരുന്നു, അതെടുത്ത് അപ്പോൾ പഴംപൊരി ചായ അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 5 രൂപ കൊടുത്തിട്ട് അവർ ഒരാൾ പഴംപൊരി വാങ്ങി. അതിൻ്റെ എന്നെ കാണിച്ചിട്ട് അയാൾ ചോദിക്കുക, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന പഴംപൊരി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഒരു ഡൗട്ട് തോന്നി, ഞാനധികം ശ്രദ്ധിച്ചില്ല. എൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അയാൾ ചെയ്യുന്നത്. പിന്നെ ഡോറ് തുറന്നു വെക്കാൻ പറഞ്ഞു, ഇപ്പുറത്തെ ഭാഗത്തുള്ള ഡോർ തുറന്ന് വെച്ച് പുറത്തേക്ക് നോക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ സീനറി, അങ്ങനെയെല്ലാം പറഞ്ഞ് എൻ്റെ ശ്രദ്ധ തിരിക്കുക. അതിനിടയിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്ന മാന്യ സഹയാത്രികർ, ലഗേജുകൾ എടുത്തു വയ്ക്കാൻ സഹായിക്കാൻ എത്തുന്നവർ, കച്ചവടക്കാർ, റെയിൽവേ ജീവനക്കാർ, നാടോടികൾ, ഭിക്ഷാടകർ, ഏത് വേഷത്തിലും മോഷ്ടാവ് നമുക്ക് പിന്നാലെ ഉണ്ടാകും. യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. യാത്രക്കാർ പലപ്പോഴും പല രീതിയിൽ അവർ അവയർനെസ് കൊടുത്തിട്ട് പോലും യാത്രാവേളയിൽ, പ്രത്യേകിച്ച് ദീർഘയാത്രയിൽ നമുക്കൊന്നാമത് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മൾ കഴിയുന്നതും നമ്മുടെ സ്ത്രീകളുടെ കാര്യത്തിലാണ്. സ്ത്രീകൾ കഴിയുന്നത് ഓർണമെൻറ്റ്സ്, വിളവെടുപ്പുള്ള ഓർണമെൻറ്റ്സ് കുറച്ച് കൊണ്ടുപോകാനാണ്. കേരള കൈറ്റ്സിൽ ഇനിയൊരിടവേള.